الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു അവന്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും യഥാവിധി അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന നല്ലവരായ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലെ വിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിനെ അവൻ എങ്ങനെയെല്ലാം വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളിലൂടെയും ധാരാളക്കണക്കിന് കാര്യങ്ങൾ നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ഇത് അനുഗ്രഹങ്ങളുടെ മാസമാണ്, ഇത് കാരുണ്യം വർഷിക്കുന്ന മാസമാണ്, ഇത് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്, ഇത് പാപമോചനത്തിന്റെയും തൗബയുടെയും മാസമാണ്, ഇത് ക്ഷമയുടെ മാസമാണ്, ഇത് നോമ്പിന്റെ മാസമാണ്, ഇത് ഖുർആനിന്റെ മാസമാണ്, ഇത് ലൈലത്തുൽ ഖദറിന്റെ മാസമാണ്, ഇത് ഇഅ്തികാഫിന്റെ മാസമാണ്, സുഹൃതങ്ങൾക്ക് ഗുണീഭവിക്കുന്ന പ്രതിഫലങ്ങൾ ലഭിക്കുന്ന മാസമാണ്, ഇത് സ്വർഗപ്രവേശനം നേടിയെടുക്കാൻ സാധിക്കുന്ന മാസമാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന മാസമാണ്, ഇത് ആത്മസംസ്കരണത്തിന് വേണ്ടി നൽകപ്പെട്ട വിശുദ്ധമായ മാസമാണ് തുടങ്ങി ധാരാളക്കണക്കിന് പ്രാമാണികമായ അധ്യാപനങ്ങൾ റമദാനിന്റെ പോരിശയെ ഉണർത്തുന്ന നിലക്ക് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ ഒരു വിശ്വാസി ഏറ്റവും ഗൗരവത്തോടുകൂടി പരിഗണിക്കേണ്ട ഒന്നാണ് തന്റെ പാപമോചനത്തിന്റെ മാസമാണ് റമദാൻ മാസം എന്നുള്ളത്. ജീവിതത്തിന്റെ പോയ കാലങ്ങളിൽ സംഭവിച്ചു പോയ തിന്മകളെ ഏറ്റുപറയാനും മാപ്പ് ചോദിക്കാനും സത്യവിശ്വാസികൾ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കേണ്ട നാളുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നാം എല്ലാം പഠിച്ചത് പ്രകാരം മദീന മുനവ്വറയിലെ മിമ്പറിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥന, മൻ അദറക റമളാൻ, ഒരാൾക്ക് അയാളുടെ ആയുസ്സിൽ റമളാൻ വന്നു കിട്ടി, പക്ഷെ ഫലം യുഗ്ഫർ ലഹു, അയാളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ ആ റമളാനിലൂടെ അയാൾക്ക് സാധിച്ചില്ല എങ്കിൽ ദഖലന്നാർ, അയാൾ നരകത്തിൽ പ്രവേശിക്കട്ടെ എന്നതാണ്.
പലപ്പോഴും ചില പ്രവാചക തിരുമൊഴികൾ വായിക്കുമ്പോൾ നാം തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. വൻപാപങ്ങളൊക്കെ പൂർണ്ണമായും നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെ മാപ്പാക്കപ്പെടും എന്നുള്ളത്. മൻ സ്വമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ ഈമാനോടെ പ്രതിഫലേച്ഛയോടുകൂടി അള്ളാഹുവിനായി ഒരു വ്രതം അനുഷ്ഠിക്കുന്നു എങ്കിൽ അയാളുടെ പാപങ്ങൾ കഴുകപ്പെടും എന്ന് പറഞ്ഞ പാപങ്ങൾ ഏതാണ്? അത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ രാവും പകലും വന്നു പോകുന്ന ചെറിയ പാപങ്ങളാണ്. ആരാണോ റമളാൻ മാസത്തിൽ രാത്രി സമയത്ത് തറാവീഹ് നമസ്കരിക്കുന്നത് അയാളുടെ പാപങ്ങൾ കഴുകപ്പെടുമെന്ന് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ പാപങ്ങൾ? അയാളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന സയ്യിആത്തുകളായ ചെറിയ പാപങ്ങളാണ്. ഒരാൾ ലൈലത്തുൽ ഖദറിൽ ആ രാവിനെ ജീവിപ്പിച്ചാൽ അയാളുടെ പാപങ്ങൾ കഴുകപ്പെടുമെന്ന് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ പാപങ്ങൾ? കടലിലെ നുരയും പതയും കണക്കിന് വന്നു പോകുന്ന, കണ്ടുപോകുന്ന, കേട്ടുപോകുന്ന, ചെയ്തു പോകുന്ന, പറഞ്ഞു പോകുന്ന പാപങ്ങളാണ്, ചെറിയ പാപങ്ങളാണ്. എന്നാൽ വൻ പാപങ്ങൾ അതേപോലെ അവിടെ കിടക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ വൻ പാപങ്ങൾ കഴുകപ്പെടണമെങ്കിൽ അള്ളാഹുവിനോട് തൗബ എന്ന് പറയുന്ന ആരാധന നിർവഹിച്ചിരിക്കും. ഇവിടെ പാപം മനുഷ്യ സഹജമാണ്. പാപം മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ്. അത് അവനിൽ നിന്ന് വന്നുപോകും എന്നത് ഇസ്ലാം അംഗീകരിക്കുന്നു. ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, കുല്ലു ബനി ആദം ഖത്താ, ആദം സന്തതികളെല്ലാം തെറ്റു ചെയ്യുന്നവരാണ്. വഖൈറു ഖത്താഇന തവ്വാബൂൻ, എന്നാൽ ഏറ്റവും നല്ലവർ അതിൽ മാപ്പ് ചോദിച്ച് തൗബ നടത്തുന്നവരാണ് എന്നതാണ്. ലൗലം തുദ്നിബു, നിങ്ങളുടെ ജീവിതത്തിൽ പാപം സംഭവിക്കുന്നില്ലെങ്കിൽ ലദഹബകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇവിടെ നിന്നും എടുത്തുകളയും. സുമ്മ ലജാഅ ബിഖൗമി യുദ്നിബൂൻ, പിന്നീട് പാപം ചെയ്യുന്ന ഒരു സമൂഹത്തെ ഇവിടെ പുനഃപ്രതിഷ്ഠിക്കും. അങ്ങനെ അവരുടെ ജീവിതത്തിൽ നിന്ന് പാപം വന്നു പോയാൽ ഫയസ്തഗ്ഫിറൂനല്ലാഹ്, അവർ അല്ലാഹുവിനോട് പാപമോചനം തേടും. ഫയഗ്ഫിർ ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പാപം പൊറുക്കുന്നവനും കരുണയേറെയുള്ളവനുമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു വേള സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽപ്പെട്ടോ ചില ദുർബല മനസ്സുകൊണ്ടോ തന്റെ ജീവിതത്തിൽ പാപം വന്നു പോയാൽ അതിനുള്ള പരിഹാരം എന്താണ്? അതിനായി അള്ളാഹു നിയമമാക്കിയ ആരാധനയാണ് തൗബ എന്ന് പറയുന്നത്. ഒരാളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന വൻപാപങ്ങൾ തൗബ കൊണ്ട് മാത്രമേ പൊറുക്കപ്പെടുകയുള്ളൂ. രണ്ട് നിലക്ക് അവന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിക്കും. ഒന്ന് അള്ളാഹുവിനോട്, മറ്റൊന്ന് പടപ്പുകളോട്, സമൂഹത്തോട്. ഈ രണ്ട് തെറ്റുകളും പാപം വലുതായി പഠിപ്പിക്കപ്പെട്ട മുഴുവൻ പാപങ്ങളും അത് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് പടപ്പുകളോട് പൊരുത്തം വാങ്ങി തൗബ തേടിയിട്ടില്ലെങ്കിൽ ആ പാപം അതേപോലെ അയാളുടെ അക്കൗണ്ടിൽ കിടക്കുമെന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ വസ്തുത. ഏതാണ് വൻപാപങ്ങൾ? അള്ളാഹു ശിക്ഷ കൊണ്ടും ശാപം കൊണ്ടും നരകം കൊണ്ടും കോപം കൊണ്ടും താക്കീത് ചെയ്തിട്ടുള്ള മുഴുവൻ പാപങ്ങളും വൻപാപങ്ങളാണ് എന്നാണ് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രാമാണികമായി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങളെ കഴുകിക്കളയാൻ അള്ളാഹു നിയമമാക്കിയ ഒന്നാണ് തൗബ എന്ന് പറയുന്നത്. ആ തൗബയുടെ കവാടം തുറക്കപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാനും കരഞ്ഞു പറയാനും നമ്മൾ മനസ്സ് കാണിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകും. തൗബ കൊണ്ടുള്ള കൽപ്പനകൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോട് തൗബത്തൻ നസൂഹ, ഏറ്റവും നസൂഹായ നിലക്കുള്ള തൗബ തേടണം എന്നതാണ്. അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞു, വതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ, ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടിയാണ് എന്നതാണ്. ഒരു മനുഷ്യന്റെ ജയപരാജയം തീരുമാനിക്കപ്പെടുന്നതിൽ തൗബ നിർണായകമായ പങ്ക് വഹിക്കുന്നു. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, ആരാണോ തൗബ തേടാത്തത് അവർ പരാജയപ്പെട്ടവരാണ് എന്നതാണ്.
അതുകൊണ്ട് തന്നെ വതൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് തൗബ തേടിയാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. നിങ്ങൾ തൗബ തേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. മനുഷ്യന്റെ പരലോകത്തുള്ള ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അവൻ തൗബ എന്ന് പറയുന്ന ആരാധനയെ സമീപിക്കുന്നതിനനുസരിച്ചാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പൂർവകാല അമ്പിയാക്കൾ അവർ മഅസൂമീങ്ങളാണ്, അവർ പാപസുരക്ഷിതരാണ്. എന്നാൽ അവരിൽ നിന്ന് വന്നു പോകുന്ന ഏതെങ്കിലും തെറ്റുകൾ അത് അപകടകരമല്ല, അത് ആക്ഷേപാർഹവുമല്ല. എന്നിട്ടുപോലും അവർ നടത്തിയ പ്രാർത്ഥനകളെ പരിശുദ്ധ ഖുർആനിൽ കാണാം. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രയോഗം തന്നെ റബ്ബനാ ളലംനാ അൻഫുസനാ, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് അക്രമം വന്നുപോയിരിക്കുന്നു, ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, ഞങ്ങൾക്ക് മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ, ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും, ഞങ്ങൾ തോറ്റുപോകും. അതുകൊണ്ട് ഞങ്ങളുടെ പാപം പൊറുക്കണേ എന്നാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. മഹാനായ നൂഹ് നബി ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി, അല്ലാഹുവേ എന്റെ റബ്ബേ, ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തവനാണ്, അതുകൊണ്ട് ഫഗ്ഫിർലി, എന്നോട് പൊറുത്തു തരണേ എന്നാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. ആ ആഴക്കടലിലേക്ക് എറിയപ്പെട്ട് ആഴിയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ കഴിഞ്ഞ മഹാനായ യൂനുസ് നബിയുടെ പ്രാർത്ഥന സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹുവേ നീ എത്ര പരമപരിശുദ്ധനാണ്, ഞാൻ എന്റെ ദൗത്യത്തിൽ നിന്ന് അതിനെ എട്ടെറിഞ്ഞു പോന്നത് അക്രമമായി പോയി, ഞാൻ പാപിയായി പോയി, ഞാൻ അക്രമം ചെയ്തു പോയി എന്ന് പ്രാർത്ഥിക്കുന്ന അമ്പിയാക്കളുടെ പ്രാർത്ഥന അതൊരു ഏറ്റുപറച്ചിലാണ്, അതൊരു തൗബയുടെ ഏറ്റുപറച്ചിലാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾക്ക് അവൻ എങ്ങനെ തേടണം എന്നതിന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന മാർഗരേഖയും അധ്യാപനവുമാണ് പൂർവകാല അമ്പിയാക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഫതലഖാ ആദമ മിൻ റബ്ബിഹി കലിമാത്ത്, ആദം തന്റെ സൃഷ്ടാവിൽ നിന്ന് ചില കലിമാത്തുകളെ ഏറ്റുവാങ്ങി. എന്നിട്ട് ആ കലിമാത്തുകൾ ഉരുവിട്ടപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പാപമോചനത്തിനായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റ് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമായി പരിണമിക്കുകയാണ്. കാരണം ഒരു വ്യക്തിയുടെ ഗഫലത്തുൽ ഹയാത്തും ഖസ്വത്തുൽ ഖൽബും, മനസ്സിന്റെ കാഠിന്യം, അതേപോലെ തന്നെ ജീവിതത്തിന്റെ അശ്രദ്ധ, ഈ രണ്ട് കാരണങ്ങൾക്കും ഇത് രണ്ടും ദുരന്തമാണ്. ഈ രണ്ട് ദുരന്തത്തിന്റെയും കാരണം മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപമാണ് എന്നതാണ്. സാരമില്ല എന്ന് കരുതി രാവും പകലും അവന്റെ ജീവിതത്തിൽ വന്നു പോകുന്ന എത്രയോ അല്ലാഹു വിലക്കിയ തെറ്റുകളുണ്ട്. ആ സാരമില്ലായ്മകൾ കുന്നുകൂടി ഒരു മനുഷ്യൻ കടുത്ത ഹൃദയത്തിന്റെ ഉടമയായി തീരുന്നു എന്നതാണ്. ഒരു മനുഷ്യന്റെ മനസ്സ് കടുത്തുപോയാൽ പിന്നെ അയാൾക്ക് നന്നാവാൻ കഴിയില്ല. അല്ലാഹു പൂട്ടിയാൽ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് അല്ലാഹു സീൽ വെച്ചിരിക്കുന്നു. അല്ലാഹു അതിന് പൂട്ടിട്ടിരിക്കുന്നു. അഗ്ഫൽനാ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളെ പടച്ചറപ്പൻ റബ്ബ് മൂടിയിട്ടിരിക്കുന്നു. യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി, ഒരു മനുഷ്യനും അയാളുടെ ഹൃദയത്തിനുമിടയിൽ അല്ലാഹു മറയിട്ടിരിക്കുന്നു എന്ന് വന്നാൽ പിന്നെ നരകത്തിന്റെ ഖുത്ബ കേട്ടാൽ നന്നാവൂല. പിന്നെ എത്ര റമളാൻ മുന്നിലൂടെ കടന്നുപോയാലും നന്നാവില്ല. എത്ര പ്രിയപ്പെട്ടവരുടെ ചേതനയറ്റ ശരീരം ഖബറിലേക്ക് എടുത്തു വെച്ചാലും മനസ്സ് നന്നാവൂല. കാരണം അയാളുടെ മനസ്സ് കടുത്തുപോയിരിക്കുന്നു എന്നതാണ്. ഇബ്നു ഖയ്യിമുൽ ജൗസി റഹ്മഹുല്ലാ പറഞ്ഞു, അശദ്ദുൽ അദാബ് ഫിദ്ദുനിയ, ഒരു അടിമക്ക് ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും കാഠിന്യമേറിയ ദുനിയാവിലെ ശിക്ഷ അൽ ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കടുത്തുപോവുക എന്നതാണ്. അല്ലാഹുവിൽ നിന്ന് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും ഭീകരമായ ദുനിയാവിലെ ശിക്ഷ ഒരു മനുഷ്യന്റെ മനസ്സ് കടുത്തുപോകലാണ്. അപ്പൊ കടുത്തുപോകാൻ കാരണം എന്താണ്? അതവൻ രാവും പകലുമായി ചെയ്തു കൂട്ടുന്ന പാപങ്ങളാണ്.
ഒരാൾ നരകത്തിൽ എറിയപ്പെടാനുള്ള കാരണം ഖുർആൻ പറഞ്ഞത് എന്താണ്? അയാൾ ജീവിതത്തിൽ അശ്രദ്ധനാണ് എന്നതാണ്. പരലോകമുണ്ട്, മരണമുണ്ട്, ഖബറുണ്ട്, വിചാരണയുണ്ട്, അള്ളാഹുവിന്റെ കോടതിയുണ്ട്, സിറാത്തുണ്ട്. ഉടുതുണി പോലുമില്ലാതെ നാഥന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിചാരണയുടെ നാളുകൾ വരാറുണ്ട് എന്ന ശ്രദ്ധ നശിച്ചു പോയതും മരിച്ചു പോയതിന്റെയും കാരണം എന്താണ്? അയാൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളാണ് എന്നതാണ്. അതുകൊണ്ട് പരമാവധി ലൈഫ് എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് തോന്നിവാസങ്ങളും ദുർവൃത്തികളെയും താലോലിക്കുന്ന മനുഷ്യർ അറിയേണ്ടത് ആ തിന്മകളൊക്കെ അവരെ ഈ രണ്ട് ദുരന്തത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ്. അതുകൊണ്ട് ഇത്തരം പാപങ്ങൾ വന്നുപോയാൽ അത് ഒരു മനുഷ്യനോട് ചെന്ന് പറഞ്ഞ് സങ്കടം പറയുക വഴി തീരുന്നതല്ല അത് പ്രശ്നം. മറിച്ച് അതിന് ഏറ്റവും പ്രകൃതിയുടെ മാർഗം അള്ളാഹു പഠിപ്പിച്ചു തരാൻ. ഒരു കുമ്പസാര കൂട്ടിൽ കയറി അച്ചോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട് എന്ന് പറയുന്നതോടുകൂടി പരിഹരിക്കപ്പെടുന്നതല്ല ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു വിശ്വാസിയുടെ പാപമോചനം എന്ന് പറയുന്നത്. മറിച്ച് അള്ളാഹുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ 3 നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കും അയാൾ തൗബ തേടേണ്ടത്. പടപ്പുകളുമായി ബന്ധപ്പെട്ട തിന്മയാണെങ്കിൽ 4 നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഒരാൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ടത്. ആ തൗബയുടെ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. എന്താണ് തൗബത്തൻ നസൂഹ? അള്ളാഹുവിനോട് നിങ്ങൾ എല്ലാവരും നസൂഹായ തൗബ തേടണമെന്ന് സൂറത്തുൽ തഹരീമിൽ, സൂറത്തുൽ മഹാരിമിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് അള്ളാഹിനോട് തൗബ തേടേണ്ടത്? മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ പറഞ്ഞു, അള്ളാഹുവിനോട് നിങ്ങൾ തൗബ തേടുമ്പോൾ നാദിമൻ ലിമാ മള, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ആത്മാർത്ഥമായി നിങ്ങൾക്ക് ഖേദമുണ്ടാവണം. വന്നുപോയല്ലോ എന്ന മനസ്സാക്ഷിക്കുത്തും വേദനയും ചെയ്തു പോകുന്ന തിന്മകൾ കൊണ്ട് പ്രൗഢിയും അതൊരു അലങ്കാരവും അതൊരു സന്തോഷവും ഇനിയും ഇനിയും കൂടുതൽ ചെയ്യാനുള്ള ഊറ്റവുമായിട്ടല്ല സത്യവിശ്വാസി ഒരു പാപത്തെ നോക്കിക്കാണാം. തന്റെ ജീവിതത്തിൽ ഒരു തെറ്റു വന്നുപോയാൽ അതിനെക്കുറിച്ച് അയാൾ ആത്മാർത്ഥമായി ഖേദിച്ചിരിക്കണം. രണ്ടാമത്തേത് അയാളുടെ എന്നേക്കുമായി ആ പാപത്തെ തന്റെ ജീവിതത്തിൽ നിന്ന് പിഴുതെറിയണം. മൂന്നാമത്തേത് അല്ലാ യഊദ ഇലൈഹി അബദ, ഒരിക്കലും അതിലേക്ക് മടങ്ങിപ്പോകാനും പാടില്ലാത്തതാണ്. ഈ 3 നിബന്ധനകൾ പാലിച്ചാൽ അള്ളാഹുവിന്റെ അടുത്ത് വന്നുപോയ തിന്മകൾ പരിഹരിക്കപ്പെടും. ഒരാൾ വ്യഭിചരിച്ചു പോയി, അള്ളാഹുവിനോട് പറയാം, ഞാൻ ചെയ്തതിൽ എനിക്ക് അങ്ങേയറ്റത്തെ വിഷമമുണ്ട്, എനിക്ക് ഖേദമുണ്ട് നാഥ. അതിനുമപ്പുറത്ത് വ്യഭിചാരമെന്ന പാപം ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പിഴുതെറിയണം. മൂന്നാമത്തേത് ആ വ്യഭിചാരമെന്ന പാപത്തിലേക്ക് ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും തിരിച്ചു പോവുകയില്ല എന്ന് അള്ളാഹുവിനോട് വാക്കുകൊടുക്കണം. എങ്കിൽ ആ പാപം അയാൾക്ക് അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ് എന്നതാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട തിന്മകളുടെ വിഷയം. ഒരാൾ നമസ്കരിക്കുന്നില്ല, അതല്ലെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം, അത് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ 3 നിബന്ധനകൾ പാലിച്ച് മാപ്പാക്കണേ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് അല്ലാഹു ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹുവിനെ നിങ്ങൾക്ക് പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി കാണാം എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പാപങ്ങൾ മാപ്പാക്കുന്ന ഒരു റബ്ബ് നമുക്കുണ്ട് എന്നത് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ്. അതേപോലെ പടപ്പുകളുമായി ബന്ധപ്പെട്ട തിന്മകളാണ് എങ്കിൽ ആ പടപ്പുകളോട് പൊരുത്തപ്പെടിക്കുക എന്നുള്ളതും അതിന്റെ 4ാമത്തെ നിബന്ധനയാണ്. ബാക്കി 3 ആദ്യം പറഞ്ഞ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ആത്മാർത്ഥമായ ഖേദവും ആ പാപം ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പിഴുതെറിയലും ഇനി ഒരിക്കലും ആ പാപത്തിലേക്ക് തിരിച്ചു പോകാത്ത വിധം അയാൾ പെരുമാറലുമാണ് 3 നിബന്ധനയെങ്കിൽ പടപ്പുകളുമായി ബന്ധപ്പെട്ട 4ാമത്തെ നിബന്ധന ഒരാളോട് ഏതെങ്കിലും നിലക്ക് നമ്മൾ എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കിപ്പിക്കലും പൊരുത്തം വാങ്ങലുമാണ്. അത് ക്ഷമ ചോദിക്കലും അയാളുടെ മുന്നിൽ ചെന്ന് തന്റെ തെറ്റ് ഏറ്റുപറയാൻ തയ്യാറാകലുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള പാപമോചനം സ്വീകരിക്കാനുള്ള മാനദണ്ഡം. അതുകൊണ്ട് തന്നെ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് അള്ളാഹുവിനോട് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് മാപ്പ് നൽകും. അതല്ല നമ്മുടെയൊക്കെ അക്കൗണ്ടിൽ നമ്മൾ ചെയ്തു കൂട്ടിയ വൻ പാപങ്ങളെ അതേപോലെ ഇട്ട് കേവലം ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന പ്രയോഗത്തിൽ മാത്രം തന്റെ പരലോക മോക്ഷം അയാൾ സ്വപ്നം കാണുന്നുവെങ്കിൽ അത് അയാളുടെ നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന ഏറ്റവും വലിയ ദുരന്തമായി മാറുമെന്നതാണ്
വൻ പാപങ്ങളുടെ വിഷയത്തിൽ നമ്മൾ തിരിച്ചറിയണം. വൻ പാപങ്ങൾ അല്ലാഹുവോട് തൗബ തേടിയെങ്കിലേ നമുക്ക് മാപ്പാക്കപ്പെടുകയുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. എത്രത്തോളം വൻ പാപങ്ങളിൽ നിന്ന് ആരെങ്കിലും വിട്ടുനിന്നാൽ ഇൻ തജ്തനിബു കബാഹിറ മാ തുൻഹൗന അൻ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങൾ വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ അതിന്റെ പേരിൽ നിങ്ങളുടെ ചെറിയ പാപങ്ങൾ ഞാൻ മാപ്പാക്കി തരാം എന്നുവരെ അല്ലാഹു പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ തെറ്റ് അത് കണ്ടിട്ട് അത് ചെയ്യാതെ മാറി നിന്നാൽ അയാളുടെ ജീവിതത്തിൽ കണ്ടുപോയതും കേട്ടുപോയതും നോക്കിപ്പോയതുമായ പാപങ്ങളെ അല്ലാഹു സ്വാഭാവികമായും അയാൾക്ക് ഡിലീറ്റാക്കി കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വൻ പാപങ്ങളിൽ നിന്ന് പാപമോചനം തേടാനുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ മാഇസ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാം. മാഇസ് റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സിലേക്ക് വെപ്രാളപ്പെട്ട് ബേജാറായി ഓടി വരികയാണ്. വന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, തൊഹിർനി 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 യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ എന്നെ ഒന്ന് വൃത്തിയാക്കി തന്നാലും എന്നെ ഒന്ന് ശുദ്ധീകരിച്ചു തരണേ എന്നും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അസ്വാഭാവികമായി പെരുമാറാണ്. എന്തേ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വ്യഭിചരിച്ചു പോയി പ്രവാചകരെ എന്നതാണ് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്നത്. തിരിച്ചു പോകും, എന്നിട്ട് നിന്റെ റബ്ബിനോട് മാപ്പ് ചോദിച്ച് തൗബ തേടിയിട്ട് നിന്റെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടും. അല്ല പ്രവാചകരെ, പരലോകത്തേക്ക് ഇത് നീട്ടിവെക്കാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഏത് ശിക്ഷയാണോ അത് ഞാൻ ഏറ്റുവാങ്ങാനാണ് വന്നത്. അതെനിക്ക് തന്നാലും എനിക്ക് പരലോകത്ത് പേടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നിട്ട് ഭൗതികമായി ഉണ്ടാകുന്ന പരിക്കുകളും അപമാനവും വകവെക്കാതെ അദ്ദേഹം തന്റെ ഏറ്റുപറച്ചിൽ നടത്തുക. അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ അള്ളാഹുവിനോടുള്ള ഏറ്റുപറച്ചിലിന്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അവിടെ ചിലപ്പോഴൊക്കെ നമുക്ക് വന്നു പോകുന്ന ഒരു സംശയമുണ്ട്, ഞാനിപ്പോ ഒരു വ്യഭിചരിച്ചാൽ അതെന്റെ ഭാര്യയോട് കാണിക്കുന്ന വഞ്ചനയല്ലേ, അതുകൊണ്ട് ഞാൻ അതെന്റെ ഭാര്യയോട് തുറന്നു പറയണ്ടേ? ഒരു ഭർത്താവ് ചിന്തിക്കുകയാണ്, ഒരു ഭാര്യ ചിന്തിക്കുകയാണ്, ഞാനിതുപോലെ ഒരു അന്യപുരുഷനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഞാൻ എന്റെ ഭർത്താവിനോട് മാപ്പ് ചോദിക്കണ്ടേ? ഞാൻ അയാളെ ചതിക്കുകയും വഞ്ചിക്കുകയുമല്ലേ ചെയ്തിട്ടുള്ളത് എന്നതാണ്. എന്നാൽ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ഇത്തരം തിന്മകളെ സമീപിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല ആളുകളും താൻ ചെയ്ത തെറ്റുകളെ ഏറ്റുപറയും. പുതുമണവാളനും പുതുമണവാട്ടിയും പ്രഥമ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ എന്റെ പൂർവ്വകാല ജീവിതത്തിൽ ഞാൻ ഇത്രയാളെ പ്രണയിച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞ് നമ്മളുടെ ഇടയിൽ ഇനി ഒരു മറയുമില്ല എന്നൊക്കെ വിചാരിച്ച് ആ തരത്തിൽ തുറന്നു പറയുന്ന ചില ആളുകളുണ്ട്. ഇനി കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലാണെങ്കിൽ പോലും അള്ളാഹു മറച്ചു വെച്ച ഒരു തിന്മയെ നമ്മളായി തുറന്നു പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബു ഹാദിഹിൽ ഖാദുറാത്ത്, ഈ അശ്ലീല വൃത്തികളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുവിൻ. അല്ലതീ നഹല്ലാഹു അൻഹാ, അത് അള്ളാഹു നിങ്ങളോട് വിരോധിച്ചതാണ്. ഫമൻ അലുമ്മ ബിശൈഇൻ മിൻഹാ, ഇനി ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ ഫൽയസ്തതിർ ബിസതിരില്ലാ, അല്ലാഹ് മറച്ചു വെച്ചതിനെ നിങ്ങളും മറച്ചു വെക്കണം, അതാരോടും വിളിച്ചു പറയരുത് എന്നതാണ്. വൽയതുബു ഇലല്ലാഹ്, എന്നിട്ട് അള്ളാഹുവിനോട് ഏറ്റുപറയാം, പടച്ച റബ്ബിന്റെ മുന്നിൽ വെക്കാം, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാം. ഫഇന്നഹു മൻ യുബ്ദി ലനാ സുബ്ഹതഹു, എന്നിട്ട് റസൂലുള്ള പറയാണ്, എന്റെ മുന്നിൽ വന്ന് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന ഏട് തുറന്നു വെച്ചാൽ നഖും അലൈഹി ബികിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ശിക്ഷ നടപ്പിലാക്കാനല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആരും അറിയാതെ അത്തരം തിന്മകൾ വന്നിട്ടുണ്ടെങ്കിലും അള്ളാഹു മറച്ച ഒരു തിന്മയെ നിങ്ങൾ വിളിച്ചു പറഞ്ഞ് വ്യഭിചാരമടക്കമുള്ള പാപങ്ങളെ ചെയ്യുന്നു എന്ന് മാത്രമല്ല അത് പിന്നീട് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഏർപ്പാട് പാടില്ലാത്തതാണ് എന്നതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ നൂറിലൂടെ ഗൗരവത്തോടുകൂടി അശ്ലീല വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്, വ്യഭിചാര വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്, വതഹ്സബൂനഹു ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശത ഫില്ലദീന ആമനൂ, വിശ്വാസികൾക്കിടയിലൂടെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ ലഹും ഫിദ്ദുനിയ ഖിസി, അവർക്ക് നിന്ദ്യതയുടെ ദുനിയാവിന്റെ ജീവിതവും നാളെ പരലോകത്ത് വേദനയേറിയ ശിക്ഷയുമുണ്ട് എന്നതാണ്. ആരുടെ വ്യഭിചാര വാർത്തയാണെങ്കിലും അത് പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അത് നാവുകളിൽ നിന്ന് നാവുകളിലേക്ക് ഇത് തലഖൗനഹു ബിഅൽസിനതികും,
നിങ്ങളുടെ നാവ് കൊണ്ട് ഏറ്റെടുത്ത് വതഖൂലൂന ബിഅഫ്വാഹിക്കും മറ്റുള്ള ആളുകളോടൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നത് വതഹ്സബൂനഹു ഹയ്യിന നിങ്ങൾക്കത് സിമ്പിളായി തോന്നുന്നുണ്ടെങ്കിൽ വഹുവ ഇൻദല്ലാഹി അളീം അല്ലാഹുവിന്റെ അടുത്ത് അത് ഗുരുതരമായ തെറ്റാണെന്ന്. അത്രമേൽ വലിയ ഈ ഇത്തരം വിഷയങ്ങൾ തന്നെ ഒരു സമൂഹത്തിൽ ചർച്ചയാവാത്ത വിധത്തിലാണ് നമ്മുടെയൊക്കെ സാമൂഹിക ഘടനയെ ഇസ്ലാം മുന്നിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ വിളിച്ചു പറയാൻ പാടില്ലാത്തതാണ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ വന്ന സംഭവം ഉദ്ധരിച്ച് അദ്ദേഹം പറയുന്ന ഒരു വിശദീകരണമുണ്ട്. അയ്യതുബ ഇലല്ലാഹ് ഒരടിമ അല്ലാഹുവിനോട് വ്യഭിചാരമടക്കമുള്ള പാപങ്ങൾ വന്നാൽ അത് ആരോടും പോയി പറയാൻ നിൽക്കരുത്, മറിച്ച് അല്ലാഹുവിനോട് തൗബ തേടുകയാണ് വേണ്ടത്. വയസ്തുറ നഫ്സഹു എന്നിട്ട് അയാൾ സ്വന്തം അത് മറച്ചു വെക്കണം. വലാ യുദ്ഹിറു ദാലിക അലാ അഹദ് ഒരാളുടെ മുന്നിലും അത് തുറന്നു പറയാൻ പാടില്ലാത്തതാണ്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് പറയാൻ ഉഹിബ്ബു ലിമൻ അസ്വാബ ദംബ ഇത്തരം തിന്മകൾ വന്നുപോയ ഒരു മനുഷ്യൻ ഫസതറഹു അല്ലാഹു അലൈഹി അല്ലാഹു അത് മറച്ചു വെച്ചു, ആരും അറിയാതെ പടച്ചറപ്പ് അത് മറച്ചു വെച്ചിട്ട് എന്നിട്ട് അയാൾ പിന്നെ എങ്ങനെ പെരുമാറണം? അയ്യസ്തുറഹു അയാളുടെ ജീവിതത്തിൽ വന്നുപോയത് അയാൾ മറച്ചു വെക്കണം. വയതൂബ എന്നിട്ട് അല്ലാഹുവിനോട് തൗബ തേടുകയും വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ തന്നെ ആരുടെ മുമ്പിലും അവതരിപ്പിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാത്ത വിധം ഒരു വിശ്വാസി അല്ലാഹുവിനോടാണ് അത് ഏറ്റുപറയേണ്ടതും തുറന്നു പറയേണ്ടതും എന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരാൻ. എന്നാൽ സാമ്പത്തിക വിഷയങ്ങൾ അങ്ങനെയല്ല. സാമ്പത്തികം നമ്മൾ ഒരാളുടെ കടയിൽ നിന്നും അയാൾ അറിയാതെ വലിപ്പിൽ നിന്ന് മോഷ്ടിക്കുന്നു, ഒരാളുമായി ബിസിനസ്സിൽ പാർട്ട്ണർ അറിയാതെ ഒരുപാട് പണം ക്രമക്കേടുകൾ വരുത്തി തന്റേതാക്കുന്നു, മോഷണവും ചൂഷണവും നടത്തി പോയ കാലങ്ങളിലും തന്റെ നല്ല കാലങ്ങളിലും വന്നുപോയ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. ആ കള്ളത്തരങ്ങളൊക്കെ അല്ലാഹുവിന്റെ അടുത്ത് മാപ്പാക്കപ്പെടണമെങ്കിൽ അത് കൊണ്ടുപോയി അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. അയാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ അനന്തരാവകാശികളെ ഏൽപ്പിക്കണം. ഇനി അതിലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ അസാധ്യമാണെങ്കിൽ അത് ആർക്കെങ്കിലും സ്വതക്ക കൊടുത്തിട്ട് പടച്ചറബേ ഇതിന്റെ ഉടമസ്ഥന് നാളെ പരലോകത്ത് വെച്ച് ഇതിന്റെ പ്രതിഫലം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കടം വീട്ടിയിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയത്തിലായാലും അതിന് ഇസ്ലാം പഠിപ്പിച്ച പ്രായോഗികമായ പരിഹാരങ്ങളെ സമീപിച്ചുകൊണ്ട് തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം കാണേണ്ട മാസമാണ് സുഹൃത്തുക്കളെ ഇത്. ചെയ്തു പോയ പാപങ്ങൾ എന്തു തന്നെയാവട്ടെ അതൊക്കെ ഒരു ലിസ്റ്റിൽ എഴുതി കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒന്നും അക്കൗണ്ടിൽ പോലും ഒരു പക്ഷെ ഇതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. എന്നിട്ട് ഇവിടെ വന്ന് ഇരുന്ന് ഓരോ പേരുകൾ ഉച്ചരിച്ച് അല്ലാഹുവിനോട് ചെയ്തു പോയതിനെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥയും അത്തരത്തിലുള്ള ഒരു സ്വാഭാവിക ആരാധനയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നതാണ്. ഏതോ ഒരു ബാലികയെ അവളുടെ ചെറിയ പ്രായത്തിൽ വ്യഭിചരിച്ചു, ആ പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തു. പക്ഷേ നമ്മളൊരു പക്ഷെ തൗബ തേടി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും ആ പെൺകുട്ടി ഇപ്പോഴും അവളുടെ ശരീരം വിൽക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ഗതികേടിലേക്ക് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് അക്കൗണ്ടിലാണ് നമ്മളൊക്കെ വരവ് വെക്കുക? ഓരോ പെൺകുട്ടികളെയും വഴിപിഴപ്പിക്കാനും നശിപ്പിക്കുവാനുമായി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർ ചെയ്യുന്ന പാപം ഒരു മനുഷ്യ ജീവിതത്തെ മുഴുവൻ പാപത്തിലേക്ക് തള്ളിവിടലാണ്. ആ പാപത്തിന്റെ അക്കൗണ്ട് എവിടെ നമുക്ക് ഇറക്കി വെക്കാൻ സാധിക്കും? അതുകൊണ്ട് അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് ഏറ്റുപറഞ്ഞ് ഈ കണ്ണ് തന്ന ഈ ശരീരം തന്നത് ആ അല്ലാഹുവാൻ, ഈ കൈകാലുകൾക്ക് ശേഷി തന്നത് ആ അല്ലാഹുവാൻ, ഈ രക്തധമനികളിലൂടെ നമ്മുടെ സ്ഥിരകളിലൂടെ രക്തം പമ്പ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ തളർന്ന് പരവശരായി ഒരു മൂലക്ക് കിടക്കും. അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ശരീരം പേറി നടക്കുമ്പോൾ പടച്ചറപ്പ് വിരോധിച്ച പാപങ്ങൾ ചെയ്യുമ്പോൾ 1000 മനസാക്ഷിക്ക് ഒരു വിശ്വാസിയെ വേട്ടയാടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു യറാ ദംബഹു കൽ ജബലിൽ ലദി യഖഉ അലൈഹി. ഒരു വലിയ പാറ, ഒരു വലിയ മരം തന്റെ തലയിൽ വീഴുന്നതിനെ ഒരു മനുഷ്യൻ എങ്ങനെ പേടിക്കുന്നുവോ സമാന ഭയപ്പാടാണ് ഒരു വിശ്വാസി പാപത്തോട് വെച്ചു പുലർത്തുന്ന കാഴ്ചപ്പാട് എന്നതാണ്. എന്നാൽ ഒരു കപട വിശ്വാസിയാവട്ടെ തന്റെ മൂക്കിൻ തുമ്പത്തും കൂടി പറന്നു പോകുന്ന ഈച്ചയെ കാണുന്ന ലാഘവത്വം മാത്രമേ അയാൾക്ക് പാപത്തോടുള്ളൂ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്നതല്ലാതെ തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് വിശുദ്ധനായ മനസ്സ്, വിശുദ്ധമായ ശരീരം, വിശുദ്ധമായ കർമ്മം, വിശുദ്ധമായ ജീവിതം, വിശുദ്ധമായ വിശ്വാസം, ഇതൊരു വിശ്വാസിയെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതില്ലാത്ത പക്ഷം പാപത്തിന്റെ പങ്കുവഹിച്ച് ജീവിക്കുന്ന മനുഷ്യർ
അം ഹസിബല്ലദീന ജിതറഹു സയ്യിആത്ത്, തിന്മയുടെ വ്രണം ബാധിച്ച് അതിന്റെ ദുർഗന്ധം ഏറ്റുവാങ്ങി ജീവിക്കുന്ന മനുഷ്യർ വിചാരിക്കുന്നുവോ അൻതജഅലഹും കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മം ചെയ്ത് വിശ്വാസം സ്വീകരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരെ പോലെ കിട്ടുന്ന ചാൻസ് ഒക്കെ പാപം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ? രണ്ടു കൂട്ടരെയും ഒരുപോലെ നാളെ പരലോകത്ത് അല്ലാഹു പരിഗണിക്കുമെന്ന് എന്ന് സൂറത്തു ജാസിയയിലൂടെ അല്ലാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഏറ്റുപറയാം, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വിറയാർന്ന ചുണ്ടുകളുമായി പേടിച്ചു മിടിക്കുന്ന ഹൃദയവുമായി കുറ്റഭാരത്താൽ കുനിഞ്ഞ ശിരസ്സുമായി അല്ലാഹുവിനോട് ഒരു മാനസാന്തരത്തിന്റെ ഏറ്റുപറച്ചിൽ അനിവാര്യമായ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇതൊരു സൗഭാഗ്യമാണ്. റമളാൻ വന്നു കിട്ടിയിട്ട് വൻ പാപങ്ങൾ കഴുകിക്കളയാത്തവൻ അവൻ ദഖലന്നാർ എന്നതാണ് താക്കീത്, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്നതാണ്. അതുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയണേ എന്ന് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിരവധി അവസരങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഏറ്റുപറയാം, അതോടൊപ്പം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാം. സൽക്കർമ്മങ്ങളിലൂടെ പാപങ്ങൾ കഴുകപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മുടെ ചെറിയ പാപങ്ങളെ ഡിലീറ്റ് ആക്കി കളയും. അതുകൊണ്ട് നോമ്പാവട്ടെ, നിസ്കാരമാവട്ടെ, വുളൂആവട്ടെ, നമ്മൾ അനുഭവിക്കുന്ന വേദനകളാവട്ടെ, ഒരു അൽഹംദുലില്ലാ കൊണ്ട് പാപങ്ങൾ കഴുകിക്കളയാനുള്ള സാഹചര്യങ്ങളെ അനുവദിച്ചു തന്ന കരുണാവാരിധിയായ അത്യുദാരനായ ഒരു റബ്ബ് നമുക്കുണ്ട്. അവൻ നമ്മളെ കൈവിട്ടിട്ടില്ല. മാ വത്തഅക റബ്ബുക വമാ ഖലാ, അവൻ കൈവിട്ടിട്ടില്ല ഒരിക്കലും. മനുഷ്യരെ, നിങ്ങൾ പാപം ചെയ്യുമെന്ന് പറഞ്ഞത് പാപം ചെയ്യാനുള്ള മോട്ടിവേഷൻ അല്ല. പാപം വന്നു പോയതിന്റെ പേരിൽ നിരാശപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് തിരിച്ചു വരാനുള്ള ഒരു കച്ചിത്തുരുമ്പാണ് ഈ തൗബ എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിച്ചു വരാൻ, മാപ്പ് ചോദിക്കാൻ, പോയ കാലങ്ങളിലെ പാപങ്ങൾ കഴുകിക്കളയാൻ ഈ പുണ്യനാളുകളെ വിനിയോഗിക്കാനുള്ള വിവേകം കാണിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ അനവധി നിരവധി ചെറുതും വലുതുമായ പാപങ്ങളുണ്ട്. എല്ലാം നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على خير خلقه محمد نبينا صلى الله عليه وآله وصحبه وسلم. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും പാലിച്ചും ഓരോ കാലടിയും മുന്നോട്ട് വെക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. റമളാൻ മാസത്തിൽ എത്രയേറെ പുണ്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ ഓരോ നിമിഷവും അത് ചെയ്യാനുള്ള ശ്രദ്ധയും വിവേകവും സത്യവിശ്വാസികളായ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. വലിയ വലിയ പ്രതിഫലങ്ങളാണ് ഓരോ സൽക്കർമ്മങ്ങൾക്കും അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യത്തെ ഭയപ്പെടാതെ അടിച്ചു വീശുന്ന കാറ്റുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് കാണാം. തന്റെ നാളെ എന്ത് എന്ന് പോലും ചിന്തിക്കാത്ത, ഇന്ന് വന്നത് നാളേക്ക് വേണ്ടി, പരലോകത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ബാക്കി റബ്ബിൽ തവക്കുലാക്കുന്ന മാനസികാവസ്ഥയായിരുന്നു പൂർവികരായ ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. തന്റെ 6 തലമുറക്ക് തിന്നു തീർത്താൽ തീരാത്ത സമ്പത്തുണ്ടെങ്കിലും പിന്നെയും ഭൗതികതയെ വാരിക്കൂട്ടണമെന്നായിരുന്നില്ല അവർ ചിന്തിച്ചത്. അല്ലാഹു വബ്തഗി ബിമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, ദുനിയാവിൽ വെച്ച് അല്ലാഹു എന്ത് തന്നുവോ അതുകൊണ്ട് പരലോകം നേടാൻ എന്തൊക്കെ അവസരങ്ങളുണ്ട് എന്നതാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പ്രബലനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കണം. അത് റമളാൻ മാസമാണ്. നമ്മൾ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ സക്കാത്ത് സെല്ലുണ്ട്. നിരവധി അപേക്ഷകൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്. കാരണം അവർക്കറിയാം റമളാനായാൽ എന്തെങ്കിലുമൊക്കെ ഒരു സക്കാത്തിന്റെ പണം ഈ പ്രദേശത്തെ സമ്പന്നരായ ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ടത് അർഹതപ്പെട്ട ഞങ്ങൾക്ക് കിട്ടും എന്ന് ആഗ്രഹിക്കുന്നവരും പ്രതീക്ഷിക്കുന്നവരും അവരുടെ അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പടച്ച റബ്ബിന്റെ ഒരു വീട് കേന്ദ്രീകരിച്ച് ഇത്തരം പാവങ്ങൾക്ക് വളരെ സംഘടിതമായ രൂപത്തിൽ ഈ സംവിധാനത്തെ വിനിയോഗിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഇതിന്റെ കുറ്റത്തിൽ നിന്ന് നമ്മൾ വിമുക്തരാവുകയുള്ളൂ.
കാരണം തൂഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം എന്നതാണ്. ആ പ്രദേശത്തെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരാധന നിർവഹിച്ചതുമായി സഹകരിച്ചു പോകുന്ന മനുഷ്യരുണ്ട്. അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പടച്ചറപ്പിന്റെ വീടുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന്, അവിടുത്തെ സമ്പന്നരിൽ നിന്ന് ആ പണം ശേഖരിച്ചെടുക്കട്ടെ, എന്നിട്ട് അവിടുത്തുകാർക്ക് തന്നെ അത് വിതരണം ചെയ്ത് എന്നേക്കുമായി ദാരിദ്ര്യത്തെയും പട്ടിണിയെയും ഉച്ചാടനം ചെയ്യപ്പെടാനുള്ള ഇസ്ലാമിന്റെ ക്രമപ്രവൃത്തമായ ഒരു വ്യവസ്ഥയും ധനതത്വശാസ്ത്രവുമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതാരെങ്കിലും എന്റെ പോക്കറ്റിലുള്ളത് ഞാൻ തോന്നുന്ന എനിക്ക് ഇച്ഛിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുത്തോളാം എന്ന് തീരുമാനിക്കേണ്ട ഒരു അവസ്ഥക്കപ്പുറത്ത് സംഘടിതമായി നിർവഹിക്കപ്പെടുമ്പോഴേ ഇത് അതിന്റെ ഫലപ്രദമായ രൂപത്തിൽ നിറവേറിക്കിട്ടുള്ളൂ. നിസ്കാരം അത് സംഘടിതമാണ്. നോമ്പ് എല്ലാവരും ഒരുമിച്ച് സംഘടിതമാണ്. ഹജ്ജ് എല്ലാവരും ഒരുമിച്ച് സംഘടിതമാണ്. സക്കാത്ത് മാത്രം പണക്കാരന്റെ വീട്ടുപടിക്കൽ വന്നിട്ട് പാവപ്പെട്ടവർ അവരെ മുസ്ലിം സമൂഹത്തെ എരപ്പാളികളാക്കി മാറ്റുന്ന, യാചകന്മാരാക്കി മാറ്റുന്ന, എന്നിട്ട് 27 രാവിലെ പണക്കാരന്റെ വീട്ടുമുറ്റത്ത് ചെന്ന് കൈ നീട്ടി നിൽക്കുന്ന ഒരു സമുദായത്തിന്റെ മുഴുവൻ ആത്മാഭിമാനത്തെയും വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഒരു ഏർപ്പാടല്ല ഇസ്ലാമിലെ സക്കാത്ത് എന്ന് പറയുന്നത്. അതത് പ്രദേശത്തെ മഹല്ലുകളിലെ സമ്പന്നരായ ആളുകളിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കണക്ക് ചോദിച്ച് പിരിച്ചെടുത്തിട്ട് അതത് പ്രദേശത്തെ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നത്തെ പരിഹരിക്കുന്ന സംഘടിതമായ ഏർപ്പാടാണ് ഇസ്ലാമിലെ സക്കാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ്, ഈ പ്രദേശത്ത് നാളെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കടം കൊണ്ട് വീർപ്പുമുട്ടിയ മനുഷ്യനാണ് എന്ന് പറഞ്ഞൊരു അപേക്ഷ ഇവിടെ കടന്നാൽ അത് ആ കുടുംബത്തിന്റെ പിന്നീടുണ്ടാകുന്ന ദുരന്തങ്ങൾക്കോ സാമ്പത്തിക തിന്മകൾക്കോ ഇവിടുത്തെ മുഴുവൻ ആളുകളും സമാധാനം പറയട്ടെ. അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ഒരു വഴിയാത്രക്കാരൻ പണമില്ലാതെ പ്രയാസപ്പെട്ടാൽ ഈ പള്ളിയിലേക്ക് അയാൾ കയറി വരും. കാരണം അത് അള്ളാന്റെ വീടാണ്. ഈ വീട്ടിൽ വന്ന എന്റെ പ്രശ്നം പരിഹരിച്ചു കിട്ടും എന്നതൊരു പ്രതീക്ഷയാണ്. അവരൊക്കെ സക്കാത്തിന്റെ അവകാശികളാണ്. അതുകൊണ്ട് സമൂഹത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സിസ്റ്റമാറ്റിക്കലി പരിഹാരം ഉണ്ടാവണമെങ്കിൽ നമ്മുടെയൊക്കെ സക്കാത്തിൽ നിന്നുള്ള ഒരു വിഹിതം ഈ സക്കാത്ത് സെല്ലിൽ ഏൽപ്പിക്കപ്പെട്ടാൽ ഫലപ്രദമായി ഈ പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പരിശ്രമത്തിൽ നമുക്കൊക്കെ ഒരുമിച്ച് പങ്കാളികളാവാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഓരോ ആരാധനക്കും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ഇസ്ലാമിലെ സക്കാത്ത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും മനുഷ്യരുടെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സക്കാത്തിന്റെ വിഹിതം നമ്മൾ ഇവിടെ ഏൽപ്പിക്കണമെന്നതാണ് ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊന്ന്, അൽഹംദുലില്ലാ, കണ്ണൂർ എന്ന് പറയുന്ന നമ്മുടെ ഈ സിറ്റിയുമായി കേന്ദ്രീകരിച്ച് ദാറുൽ ഫുർഖാൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. റമളാനിലൊക്കെ ലഭിക്കുന്ന ഇത്തരം കളക്ഷനുകളാണ് ഈ കുഞ്ഞു മക്കൾക്ക് ഹിഫ്ള് പഠിപ്പിച്ചു കൊടുക്കാനും മദ്രസ പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഈ കണ്ണൂർ സിറ്റിയുടെ അതിന്റെ പരിസരത്തുമുള്ള കുട്ടികൾ ഒരുമിച്ച് വന്ന് പഠിച്ച് 2-2.5 കൊല്ലമായിട്ട് ആ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളൂ. 1 ലക്ഷം രൂപ മാസത്തിൽ നമുക്ക് ചിലവ് വേണം. 15 ലക്ഷത്തോളം രൂപ ഒരു വർഷത്തിൽ ചിലവ് വേണം. ഇതുപോലെ സക്കാത്തിൽ നിന്ന്, ഇതുപോലെ ആളുകളിൽ നിന്ന് ലഭിക്കുന്ന സുമനസ്സുകളുടെ സ്വതക്കുകളെ ഏകീകരിച്ചുകൊണ്ടാണ് കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നട്ടുപിടിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ, അധികം താമസിയാതെ ഹാഫിളുമാർ ഇറങ്ങുന്ന അതിന്റെ ഒരു പരിസമാപ്തിയുടെ ഘട്ടത്തിലേക്ക് അതിന്റെ ദൗത്യം ഈ 2.5 വർഷം കൊണ്ട് തന്നെ നിർവഹിച്ചെത്താൻ അൽഹംദുലില്ലാ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു മദ്രസയിൽ നമ്മുടെ ഒരു സ്വതക്ക എത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ഒരു കുട്ടിയുടെ ഹൃദയത്തിലേക്ക് കയറുന്ന ദീന് എന്ന് പറഞ്ഞാൽ മരണം വരെ ആ കുട്ടി ആ ജീവിതത്തിൽ നിലനിർത്തുന്നതാണ്, പ്രത്യേകിച്ച് മദ്രസയിൽ കിട്ടുന്ന അറിവ്. അതുകൊണ്ട് ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ വിഹിതം നമ്മുടെ അക്കൗണ്ടിൽ കയറുന്ന സുഹൃതങ്ങളാണ് അത്തരം നന്മകൾ. അതുകൊണ്ട് ഇത്തരം സ്ഥാപനം ഈ വെള്ളിയാഴ്ച അൽഹംദുലില്ലാ നമ്മുടെ കണ്ണൂരിലുള്ള വാരം പ്രദേശത്തുള്ള ദാറുൽ ഫുർഖാനിലേക്ക് വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും അവനവനെ കൊണ്ട് കഴിയുന്ന ഒരു വിഹിതം ആ സ്ഥാപനത്തിലേക്ക് പ്രതീക്ഷയോടുകൂടി നിർവഹിച്ച് നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന ഇത്തരം സൽക്കർമ്മങ്ങളിൽ നമ്മളും ഈ റമളാൻ മാസത്തിൽ ഭാഗവാക്കാവണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ഒരു ഷെയറായി 25,000 രൂപ ഏൽപ്പിക്കാൻ സാധിക്കുന്നവർക്ക്, അതായത് 4 പേര് കൂടിയിട്ട് ഒരു ഷെയറായി ഒരു മാസം നമ്മുടെ ഈ സ്ഥാപനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ആ സ്ഥാപനത്തെ ഏറ്റെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ CH സെന്റർ രോഗികൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് അവരുടെ
ജീവിതത്തിൽ വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ വേദനയെ അകറ്റുന്ന സ്തുത്യർഹമായ നിരവധി സേവനങ്ങൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അവരും നമ്മളുടെ കൂടെ ഇന്ന് നമ്മുടെ കളക്ഷൻ ചോദിച്ചു വന്നിട്ടുണ്ട്. അവർക്കും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതേപോലെ ഈ പെരുന്നാളിന് ഒരു ഉപ്പ ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുടുപ്പ് വാങ്ങാൻ കഴിയാത്ത കുഞ്ഞു മക്കളുണ്ടാവും. ഒരു വാപ്പ എന്ന് പറയുന്ന ഒരു തണൽ മരം ഇല്ലാത്തൊരു കുട്ടികളുടെ അവസ്ഥ ആലോചിച്ചു. ഒരു സ്ത്രീ എത്ര കണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതൊന്നും ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഒരു പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് പെരുന്നാളിന് സന്തോഷിക്കാൻ ഈദ് കിസ്വ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കമ്മിറ്റിക്കാരെ സമീപിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നാളെ പരലോകത്ത് ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കാൽപാദം സ്വർഗത്തിൽ വെക്കാനുള്ള സ്ഥലം നേടിയെടുക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, മരണത്തിനപ്പുറമുള്ള നിന്റെ ലോകത്ത് നീ ഒരുക്കി വെച്ച ആ പ്രതിഫലത്തിന് അർഹരാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളുണ്ട്, എല്ലാം ഞങ്ങളോട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണം റഹ്മാനെ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾക്ക് പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിന് ബാധിക്കുന്ന മാരാ രോഗങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ റഹ്മാനെ. നമ്മുടെയൊക്കെ ഈ പള്ളിയുമായി സഹകരിക്കുന്ന ഹസൻ കോയ സാഹിബിന്റെ ഭാര്യ സഫിയ കോയമ്പത്തൂരില് ചികിത്സയിലാണ്. അവര് പ്രത്യേകം നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ മഹദിക്ക് അള്ളാഹു ഒരു രോഗത്തിന്റെ അംശം പോലും ബാക്കി നിൽക്കാത്ത പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആയുസ്സോടെ ആരോഗ്യത്തോടുകൂടി ഇബാദത്ത് ചെയ്ത് നമ്മളിലേക്ക് തിരിച്ചെത്താനുള്ള ആഫിയത്ത് അള്ളാഹു മഹദിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ശാന്തിയും സമാധാനവും ധന്യതയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരം പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയും ശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് പൊറുതിമുട്ടുന്നവരും കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കടം വീട്ടി തരണമേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കൂലിയിലും നിന്റെ അനുഗ്രഹവും നിന്റെ റഹ്മത്തും ബറക്കത്തും ഫളലും നീ വർഷിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ ഇന്ന് ബർസഖിന്റെ ലോകത്താണ്. അല്ലാഹുവേ, അവരുടെ ഖബറിടമിനെ വിശാലമാക്കി കൊടുക്കണമേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ നിശാ നമസ്കാരവും ഞങ്ങളുടെ ദാനധർമ്മങ്ങളും ഞങ്ങളുടെ പുണ്യകർമ്മങ്ങളും വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന ആരാധനകളായി ഞങ്ങളിൽ നിന്ന് നീ പൂർണ്ണമായും സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് പാവങ്ങളുണ്ട്, പട്ടിണി കിടക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. ഈ നോമ്പ് കാലത്ത് പോലും ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ട് വാവിട്ട് കരയുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അവരെ എല്ലാവരെയും നീ സഹായിക്കണമേ അല്ലാഹ്. അവർക്ക് നീ നിർഭയത്വം കൊടുക്കണമേ അല്ലാഹ്. ആകാശ ലോകത്ത് നിന്നുള്ള നിന്റെ രക്ഷ അവർക്ക് നീ ഇറക്കി കൊടുക്കണമേ അല്ലാഹ്. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം നരകത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുമ്പോൾ സ്വർഗപൂങ്കാവനത്തിലേക്ക് പോകുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും കൂട്ടുകുടുംബത്തെയും ഭാര്യ സന്താനങ്ങളെയും മാതാപിതാക്കളെയും ആദർശ ബന്ധുക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب